السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل وسلم على نبينا محمد. أعوذ بالله من الشيطان الرجيم. إن الساعة آتية نكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സമയത്ത്, അനുഗ്രഹത്തിൻ്റെ സമയത്ത്, ധാരാളം ബറക്കത്തുകൾ നൽകുന്ന ഒരു സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ പഠിക്കാൻ ഈ മദ്രസയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞ് അള്ളാഹുവിനെ സ്മരിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും പരസ്പരം ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമൊക്കെ പടച്ച റബ്ബ് നമുക്ക് നൽകിയ അവസരത്തിൽ നന്ദി കാണിക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായ മുഅ്മിനുകളിൽ, മുസ്ലിഹുകളിൽ ഉൾപ്പെടാനും വേണ്ടി നമ്മളൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശർഈയായ കാരണങ്ങൾ കൊണ്ട് ഈ സദസ്സിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം, അങ്ങാടിയിൽ വെളിച്ചമുണ്ടെങ്കിൽ നല്ല വികസനമാണ്, നല്ല റോഡുണ്ടെങ്കിൽ നല്ല വികസനമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അവിടുത്തെ ദീനി മജ്ലിസ്. ദീൻ പഠിക്കുന്ന മജ്ലിസില്ലാത്ത, സദസ്സില്ലാത്ത ഒരു നാട് വികസനമില്ലാത്ത, ഇസ്ലാമിക വികസനം ഇല്ലാത്ത പ്രദേശമാണ്. കണ്ണൂർ ജില്ലയിലടക്കമുള്ള ജില്ലകളിൽ ഖുർആൻ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാക്കി പറയാം. ഒരു നാട് പോലും ഖുർആൻ പഠിക്കാത്ത സദസ്സുണ്ടാകരുത് എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പ്രദേശത്ത് ഇതിനെ ഗൗരവത്തോടെ നമ്മൾ എന്തിന് കാണണം, ഒരു സദസ്സിനെ എന്തിന് ഗൗരവത്തിൽ കാണണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇന്ന് സാമൂഹിക തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തു വായിക്കുന്ന കണ്ണൂർ ജില്ലയിലെ പത്രം മാത്രം നിങ്ങൾ ഒരു ദിവസം വായിച്ചു നോക്കി. ശീലം നമ്മൾ വളർത്തേണ്ട ഒരു ശീലമാണ്, വായനാശീലം. ആ പത്രത്തിൽ വായിക്കുന്ന വാർത്തകൾ കേട്ടാൽ, കണ്ടാൽ, അതിലെ അഡ്രസ് ചെയ്യപ്പെടുന്ന പ്രതികളുടെ പേര് വിവരങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മളെപ്പോലെ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ വളരുന്ന ഒട്ടനേകം ആളുകളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തിന്മകളിൽ നിന്ന് ജനങ്ങളെ പിൻവലിക്കാൻ, എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ തിന്മകളിൽ അകപ്പെട്ടു പോകുന്നത്? സാമൂഹിക തിന്മകൾ ഒരുപാടുണ്ട്. അശ്ലീലം പെരുകിക്കൊണ്ടിരിക്കുന്നു, ആഭാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, അവിഹിതങ്ങളായ മേഖലകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ദീനുണ്ട് എന്ന് അറിയപ്പെടുന്ന കുടുംബങ്ങളിൽ പോലും ദീനിനെ നിഷേധിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. ഇങ്ങനത്തെ ഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സിലാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടത്. ബിൽഡിങ്ങുകൾ മാറി, കെട്ടിടങ്ങൾ മാറി, റോഡ് നന്നായി, ലൈറ്റ് വന്നു, ഇതുകൊണ്ടൊന്നും മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റം വരൂല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഖുർആനിൻ്റെ ചരിത്രങ്ങളിൽ ഒന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. യൂസുഫ് നബി അകപ്പെട്ടത് വലിയൊരു തിന്മന്റെ മുമ്പിലായിരുന്നു. അഥവാ
വളരെ സ്വകാര്യമായി തിന്മ ചെയ്യാനുള്ള നല്ലൊരു ചാൻസിന്റെ മുമ്പിൽ ഒത്തൊരുമിച്ച് വന്ന് കൂടിയ സമയത്ത് ഒരു പെണ്ണ്, അത് സാധാരണ ഒരു പെണ്ണ് മാത്രമല്ല, ഒരു കൊട്ടാരത്തിലെ രാജ്ഞിയാണ് തൻ്റെ പിറകിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് യൂസുഫ് നബി പറഞ്ഞ വാക്ക് നമ്മളിന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കേണ്ട വാക്കാണ്. എന്താ യൂസുഫ് നബി പറഞ്ഞത്? ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. ഇന്നൻ നഫ്സ, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ്, ലഅമ്മാറത്തും ബിസ്സൂ, തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതാണ്. പ്രവാചകനെ പറയണ മനുഷ്യന്റെ മനസ്സാണോ തെറ്റുകളിലേക്ക് ഇങ്ങനെ ചെന്ന് ചാടാൻ സാധ്യതയുള്ളത്? ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കാരുണ്യം കാണിച്ചവനൊഴികെ. പടച്ചോന്റെ റഹ്മത്തുണ്ടെങ്കിലേ തിന്മകളിൽ നൊഴിഞ്ഞു വരാൻ കഴിയൂ. എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ തിന്മകളിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഹവയാണ്. എന്താ അറബിയിൽ ഹവ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയോ? ഹവ ദേഹേച്ഛാണ്. മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ, ഇച്ഛകൾക്കാണ്, ദേഹേച്ഛകൾക്കാണ് ഹവ എന്ന് പറയുന്നത്. ഈ ഹവ പിൻപറ്റുന്നതോടുകൂടെ ഒരു മനുഷ്യൻ തിന്മകളുടെ വക്താക്കളായി മാറാൻ തുടങ്ങും. അവൻ വലിക്കണമെന്ന് തോന്നിയാൽ വലിക്കും, ആൾക്കനുസരിച്ച് കൊണ്ട് തരം മാറും, ഏത് അഭിനയത്തിനും അയാൾ സന്നദ്ധനാവും, വേണ്ടാത്തരങ്ങൾക്ക് മുമ്പിൽ കയ്യടി കിട്ടുമെങ്കിൽ അയാൾ അത് ചെയ്യും. ഇങ്ങനെ ഹവക്കനുസരിച്ച് പിൻപറ്റി നടക്കുക. ഇപ്പം നമ്മളൊക്കെ യൂട്യൂബൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാ ചില മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ ഭാര്യമാരെയും കൊണ്ടാണ് ചാനലിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓളി പോണോടത്തൊക്കെ ഭാര്യനെ കൊണ്ട് ക്യാമറന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ഓളെ കൊണ്ട് അവതരിപ്പിച്ച്, ഓളെ കൊണ്ട് കോമഡി പറയിപ്പിച്ച്. സ്വാഭാവികമായും ഇത് കാണുന്ന മനുഷ്യരുടെ മനസ്സ് പല തരത്തിലുള്ള മനസ്സായിരിക്കും. അവർ അതിൻ്റെ താഴെ അവരുടെ മനസ്സിനനുസരിച്ച കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. പലതും കുടുംബത്തിൽ വായിക്കാൻ പറ്റാത്ത കമന്റുകൾ വരാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ പേരിൽ കരയുന്നതിൽ കാര്യമില്ല. പിന്നെ കുറെ അതിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ഭാര്യനെ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അഭിനയത്തിന്, പിന്നെ ആ നിലക്കുള്ള പ്രവർത്തനത്തിന് ന്യായീകരിക്കാൻ വകുപ്പില്ലാതെയാവുകയാണ്. അവനെ പിൻപറ്റരുത്. ആളുകൾ ചെയ്യുന്നതും നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ അതേപോലെ നിങ്ങൾ പിൻപറ്റിപ്പോയാൽ നിങ്ങൾ അതോടെ നശിച്ചു എന്നാണ്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആർക്കാ സ്വർഗം കിട്ടാന്നറിയോ? അള്ളാന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കണല്ലോ എന്ന് പേടിക്കണോൻക്കാണ് സ്വർഗം. ഇച്ഛകളിൽ തോന്നുന്ന തിന്മകളിൽ നിന്ന് അതിനെ പിടിച്ചു വെക്കുന്നവർക്കാണ് സ്വർഗം. മനസ്സിങ്ങനെ പറഞ്ഞ പലതും കുതിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനെ കടിഞ്ഞാണിടുന്നവനാണ് സ്വർഗം. ഹുദ പിൻപറ്റുന്ന ആളുകൾക്കാണ് സ്വർഗം. ഫമൻ തബിഅ ഹുദായി ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ സന്മാർഗം പിൻപറ്റി ജീവിച്ചാൽ, അവനെ ഒഴിവാക്കി ഹുദനെ പിൻപറ്റിയാൽ അവർക്ക് പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. അതേപോലെ തിന്മകളുടെ മറ്റൊരു കാരണമാണ് ഭൂരിപക്ഷം പേർ ചെയ്യുന്നല്ലോ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊന്നും ഒരു മാനദണ്ഡമല്ല, മറിച്ച് അഖിലല്ല തീരുമാനിക്കേണ്ടത്, നഖിലാണ് തീരുമാനിക്കേണ്ടത്. നഖിൽ എന്ന് പറഞ്ഞ പ്രമാണങ്ങൾ, അഖിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സും ബുദ്ധിക്കും തോന്നുന്നത്. ഓരോരുത്തരുടെ ബുദ്ധിയല്ല നന്മതിന്മ തീരുമാനിക്കുന്നത്. അത് വ്യക്തമായ പ്രമാണങ്ങൾക്കനുസരിച്ചാണ്. നമുക്ക് ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ കഴിയണം. മറ്റുള്ള ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അബൂ താലിബിന്റെ ചരിത്രത്തിലെ മരണത്തിന്റെ സമയത്ത് പോലും ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊതിച്ചത് മരണത്തിന്റെ വേദന ഉറഞ്ഞിട്ടണേന്നല്ല, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ടാകുന്നല്ല, ഈ മനുഷ്യൻ മരിക്കണതിന്റെ മുമ്പൊന്ന് ഹിദായത്ത് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാരുടെ മാനുള്ള മനുഷ്യനായിരുന്നെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയാമായിരുന്നല്ലോ. എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര ചില ആളുകളുടെ വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഈ ഈമാനിന്റെ ഒരു വക്താവായിരുന്നെങ്കിൽ
നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കാമായിരുന്നു. ഹിദായത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർക്കത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കിയിട്ട് പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് സന്മാർഗത്തിലെത്തിക്കാൻ കഴിയൂല. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അല്ലാഹു സന്മാർഗത്തിലെത്തിക്കുന്നത്. സൂറത്തുൽ ഖസസിന്റെ 56-ാമത്തെ ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കയ്യിലേക്ക് പടച്ചോൻ തന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പാക്ക് കിട്ടാത്ത ഹിദായത്താണ്. ലോത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്ക് കിട്ടാത്ത ഹിദായത്താണ്. നോഹ് നബി അലൈഹിസ്സലാമിന്റെ മകന് കിട്ടാത്ത ഹിദായത്താണ്. ഒരു പ്രവാചകനല്ലാത്ത, ഔലിയല്ലാത്ത നമ്മുടെ ബാപ്പയുടെ ഉമ്മയുടെ പരമ്പരയിൽ വന്ന നമുക്ക് ലഭിച്ചതെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യത്തിലാണ്. ആ ഭാഗ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരിക്കലും ഹവയെ, സ്വന്തം ഇച്ഛകളെ അനുസരിച്ച് നിങ്ങൾ പിൻപറ്റി ജീവിക്കരുത്. പരലോകത്തിനെ നിഷേധിക്കുന്ന പ്രവണതയുണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പല ഘട്ടങ്ങളിലുമുള്ള കൽപ്പനയാണ്. അത്തരം ഒരു ഉപദേശമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തി ചെരുപ്പൂരി വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞ്, ഖിയാമത്ത് നാൾ വരും, അതിൽ എല്ലാ മനുഷ്യനും അവന്റെ പ്രതിഫലങ്ങൾ നിശ്ചയിക്കപ്പെടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, മൂസാ നബിയെ, നിങ്ങൾ ഹവ പിൻപറ്റരുത്. പ്രവാചകന്മാരോട് പറയണത്, നിങ്ങൾ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു പോകരുത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ, ചെറിയ വിശദീകരണമാണ് നൽകുന്നുള്ളൂ, അതൊന്ന് ശ്രദ്ധയോടെ കേൾക്കാനും ഓരോ അറിവുകളും നമുക്ക് തിരിച്ചറിവുണ്ടാക്കാനും ഉപകാരപ്രദമായ അറിവാക്കി അതിനെ മാറ്റാനും വേണ്ടി എന്നും നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ ഓരോ ദിവസത്തെയും വിശുദ്ധമായ ഈ വചനങ്ങളുടെ അധ്യാപനങ്ങൾ, പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉപകരിക്കുന്ന ഇൽമാക്കി മാറ്റി തരുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. കഴിഞ്ഞ ആഴ്ചയിലെ ആയത്ത് ഒന്നുകൂടി ഓതിയെടുക്കും. أعوذ بالله من الشيطان الرجيم إن الساعة آتية فيها لتجزى كل نفس بما تسعى إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. ഒന്നുകൂടി ഒതുക്കെ. إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. സാഅത്ത് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സാഅത്ത് എന്ന് പറഞ്ഞാൽ 4 നിലക്ക് അർത്ഥം പറയാം. ഒന്ന് സാഅത്താണ് സമയം. ഓക്കെ. 2 അന്ത്യനാൾ, ഇവിടെ അർത്ഥാണ്. 3 വാച്ച്, ക്ലോക്ക്. 4 ഒരു മണിക്കൂർ എന്നതിനൊക്കെ സാഅത്ത് എന്ന് സാന്ദർഭികമായി ഉപയോഗിക്കാറുണ്ട്. നിങ്ങളൊക്കെ ഖുർആൻ തുറന്നിരിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് തന്നെ സംഭവം ഒന്നും ആരും എഴുതിയൊക്കെ ഒക്കെ ഭയങ്കര തലച്ചോറ തോന്നണോ, ആരൊക്കെ എഴുതിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി വരുന്നു കാണാനില്ല. അപ്പോ ഖിയാമത്ത് നാളിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അസ്സാ, യൗമുൽ ഖിയാമ, യൗമുൽ ആഖിർ, അങ്ങനെ പല പേരുകളിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് വരും, ഇത് ഉറപ്പാണ്. ഇന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറപ്പാണ്. ഇന്ന സാഅത ആതിയത്തു. അത് അള്ളാഹു ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക. നബിമാർക്കോ അമ്പിയാക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ മലായിക്കത്തുകൾക്കോ ഔലിയാക്കന്മാർക്കോ ആർക്കും അറിയില്ല ഖിയാമത്ത് നാൾ എന്നാ സംഭവിക്കാറ്. എന്തിനാണ് ഒരു ഖിയാമത്ത് നാൾ? കുല്ലു നഫ്സിൻ ബിമാ തസ്അ, നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം തരാൻ വേണ്ടിയാണ് ഖിയാമത്ത് നാൾ. ഇവിടെ പണിയെടുത്തോർക്കാണ് അവിടെ കൂലി. ഇവിടെ ഒഴിവ് കഴിവ് പറഞ്ഞ് ഓരോന്നിനും ഓരോ കാരണം പറഞ്ഞ് എല്ലാ നിലക്കും എല്ലാത്തിനും ഉൾവലിഞ്ഞ്
വേണ്ടാത്ത കാര്യങ്ങളിൽ സജീവമാകും, വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ പലതും നടക്കും. അവസാനം പരലോകത്ത് എത്തുമ്പോൾ ഒരു മിസ്കാല ദർറത്തിന് വേണ്ടി കൊതിച്ചു, ഒരു ചെറിയ നന്മങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ, ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നതാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് ഞാൻ വല്ലതും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നേനെ. അന്ന് വിലപിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള അറിവിൻ്റെ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ തിരിച്ചറിവുണ്ടാക്കാൻ, പഠിക്കാൻ ഇത്തരം അവസരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ആയത്തിൽ മൂസാ നബിയോട് ഉപദേശിക്കുന്നത് എന്താ? ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. ഞാൻ ഓതി തരുന്നത് ഒന്ന് ശ്രദ്ധിച്ചു ഓതുക. ഫലാ യസുദ്ദന്നക അൻഹാ من لا يؤمن بها واتبع هواه فتردى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. ആ ആയത്ത് ഓതുമ്പോൾ ചെറിയൊരായത്താണെങ്കിലും അതിൽ മനസ്സിലാക്കാം. ഫലാ യസുദ്ദന്നക അൻഹാ, മല്ല മൻ ലാ എന്നല്ല, നൂനിനെ വാഹിറായി സുക്കൂന് കൊടുക്കാതെ ഇഖ്ഫാ ആയി ഗോപ്യമാക്കിയിട്ട് മണിച്ചു ഓതിയാണ്. മല്ല മല്ല ലാമിലേക്ക് അങ്ങ് പറയും. മല്ല യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. ഒന്നൊരിക്കെ ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. ഫലാ യസുദ്ദന്നക, മൂസാ നബിയെ ഫലാ യസുദ്ദന്നക, അതിനാൽ നിങ്ങളെ ഒരിക്കലും തടഞ്ഞു പോകരുത്. സ്വദ്ദ എന്ന് പറഞ്ഞാൽ തടയാന്ന്, യസുദ്ദു തടയുക. ഫലാ യസുദ്ദന്നക, തീർച്ചയായും നിങ്ങളെ തടയാതിരിക്കട്ടെ, നിങ്ങൾക്ക് തടസ്സമാകരുത്. അൻഹാ, അതിൽ നിന്ന്, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന്. മല്ലാ യുഅ്മിനു ബിഹാ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളും അവരുടെ ബാഹുല്യമൊന്നും നിങ്ങളെ വിശ്വസിക്കാൻ ഒരു തടസ്സമാകരുത്. നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ഒരു തടസ്സമായി മാറരുത്. അത് ഉറപ്പാണ്, പരലോകം വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തടസ്സമാകരുത്. വത്തബഅ ഹവാഹു, ആ മനുഷ്യന്റെ ഇച്ഛകൾ പിൻപറ്റുന്നത്. ഹവ ഇച്ഛ, ഇത്തബഅ പിൻപറ്റുക. ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളായി നിങ്ങൾ മാറരുത്. അങ്ങനെയും നിങ്ങൾക്ക് തടസ്സമുണ്ടാകരുത്. ഫതർദാ, അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചാൽ തർദ, തർദ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കേട്ടോ. പരലോകത്തെ നിഷേധിച്ചാൽ, ദേഹേച്ഛകളെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും മൂസാ നബി. ഇത് നബിക്ക്, മൂസാ നബിക്ക് മാത്രമുള്ളതാണോ? അല്ല, എല്ലാവർക്കും ഉള്ളത്. ഈ ഉപദേശം എല്ലാവർക്കും ഉള്ളത്. പരലോകത്തിൽ വിശ്വസിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ, പിന്നെ മനുഷ്യന്റെ മനസ്സിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ, അതോടുകൂടെ അവന്റെ വഴിതെറ്റി എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ രണ്ടും അവൻക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് കാലത്ത് സമൂഹം ഒന്നടങ്കം, നാട്ടുകാർ മുഴുവൻ അശ്ലീലമായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ലോകത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മതനിരാസം, ദൈവനിഷേധം, ലിബറലിസം, ലഹരി, സ്വവർഗാനുരാഗം, സ്വതന്ത്ര ലൈംഗികത, ഇതൊക്കെ പണ്ടൊരു കാലത്ത് അയ്യേന്ന് സമൂഹം പറഞ്ഞിരുന്നതായിരുന്നു. ഇന്ന് ഈ സംഭവങ്ങളൊക്കെ നാട്ടിൽ സുപരിചിതമായി കഴിഞ്ഞു.
എന്തേ കാരണം? പരലോക വിശ്വാസം നഷ്ടപ്പെട്ടു, ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു. അപ്പൊ മനുഷ്യനിങ്ങനെ തോന്നാണ് ഇതാണ് നല്ലത്, ഇത് സ്വാതന്ത്ര്യമാണ്, ഇതിനെന്താ ഒരു കുഴപ്പം? അവൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കുക, ഏത് അശ്ലീലതകളിലേക്കും പോവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ഉലമാക്കൻ പറഞ്ഞതാണ് ഈമാൻ നഷ്ടപ്പെടുക. പരലോകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ദുനിയാവിൽ ഇങ്ങനെ പരലോകത്ത് പടച്ചോനെ ഞാൻ കണ്ടുമുട്ടണം എന്ന് അവർ ആഗ്രഹിക്കണില്ല. ദുനിയാവിൽ കിട്ടിയതൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്, അതിൽ സമാധാനമടഞ്ഞിങ്ങനെ ഉഷാറായി പോകുക. ഇതന്നെയാണ് വലിയ ലോകം എന്ന് വിചാരിക്കുകയാണ്. അള്ളാന്റെ ആയാത്തുകളിൽ അശ്രദ്ധരാവാണ്. ഉലൈക മഅ്വാഹുമുൻ നാർ, അവർക്കാണ് നരകമുള്ളത്. പരലോകത്തെ നിഷേധിക്കുന്നവർക്കാണ് നരകമുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കാത്ത ആളുകൾക്കാണ് നാശവും നഷ്ടങ്ങളും എല്ലാം ഉള്ളത് എന്നർത്ഥം. രണ്ടാമത്തെ പ്രശ്നം സ്വതന്ത്രവാദമാണ്. അതിനാണ് ഇത്തിബാഉൽ ഹവ. അതിന്റെ മലയാള വാക്ക് ഇച്ഛയെ പിൻപറ്റിയ സ്വതന്ത്രവാദം. ഞാൻ എനിക്കനുസരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പൊരുതേണ്ടത് ഈ കാര്യത്തിനോടാണ്. നമ്മുടെ മനസ്സ് ഇന്ന് ജിഹാദ് നടത്തേണ്ടത് ഈ കാര്യത്തിലാണ്. മനുഷ്യ മനസ്സിൽ തോന്നുന്ന തിന്മകളോട്, ദേഹേച്ഛകളോട്, ചീത്ത വികാരങ്ങളോട് പടപൊരുതേണ്ടുന്ന കാലഘട്ടമാണ് നമ്മളുള്ളത്. ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും മോഹങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ മനുഷ്യന്റെ മനസ്സിലുണ്ട്. അതിനൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുക വലിയ പ്രയാസമുള്ള കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ഏറ്റവും വലിയ ഫിത്നയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾക്കാണ്. ഈ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേര് പറഞ്ഞു. അതിൽ ബാപ്പയും മകനും നബിയായ 2 നബിമാരിൽ ഒരാളാണ് ദാവൂദ് നബി, സുലൈമാൻ നബി. വേറെ 2 നബിമാരുണ്ട് ബാപ്പയും മകനും നബിയായത്, യൂസുഫ് നബി, യാക്കൂബ് നബി അലൈഹി സ്വലാം. അപ്പൊ ദാവൂദ് നബിനോട് അല്ലാഹു പറയാണ്, യാ ദാവൂദ്, ദാവൂദേ, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, നിന്നെ ഭൂമിയിൽ മനുഷ്യർക്ക് പ്രതിനിധിയാക്കുകയാണ്. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ ഹക്ക് അനുസരിച്ചുകൊണ്ട് വിധി കൽപ്പിക്കണം. വലാ തത്തബിഇൽ ഹവാ, ദാവൂദ് നബിയെ നിങ്ങൾ ദേഹേച്ഛയെ പിൻപറ്റരുത്. മൂസാ നബിയോട് പറഞ്ഞു, ദാവൂദ് നബിയോട് പറഞ്ഞു ദേഹേച്ഛയെ പിൻപറ്റരുത്. അത് പിൻപറ്റിയാൽ ഫയുദില്ലക അൻ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെട്ടവനാകും. പള്ളിയിൽ നിന്ന്, ദീനിൽ നിന്ന്, ഇസ്ലാമെന്ന് അവനെ മാറ്റാൻ എത്ര സിമ്പിളാണ്. അവൻ ഹവയുടെ പിന്നാലെ പോയാൽ. വിശുദ്ധമായ സൂറത്ത് മറിയമിന്റെ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചു, ഒരു ഖൗമ് വരും, ആ ഖൗമിന്റെ പ്രത്യേകത അല്ലാഹുസ്സലാ, നിസ്കാരം ഒഴിവാക്കും, വത്തബഉ ശഹവാത്ത്, ദേഹേച്ഛക്കനുസരിച്ച് ഇങ്ങനെ പിൻപറ്റി നടക്കും. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ. യൂസുഫ് നബിന്റെ മൂസാ നബിന്റെ ചരിത്രം പറഞ്ഞു, ദാവൂദ് നബിന്റെ ചരിത്രം പറഞ്ഞു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപദേശിക്കുകയാണ്, അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ കാവലി ചോദിക്കുന്നു. എന്താണ് വായിച്ചു? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, എന്തിൽ നിന്ന്? മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ. പറഞ്ഞോക്കി, കാണാതെ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ
അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്തിൽ നിന്ന്? മിൻ മുൻകറാത്തിൽ അഖ്ലാഖി, ചീത്തയായ മോശമായ പെരുമാറ്റ സ്വഭാവങ്ങളിൽ നിന്ന്. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ് ചീത്ത സ്വഭാവങ്ങൾ, ദുശ്ശീലങ്ങൾ മാറ്റാൻ പറ്റുമോ? ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റും. അതിന് ശ്രമിക്കണം. അതിൻ്റെതായ വഴികളുണ്ട്. ഏത് ദുശ്ശീലങ്ങളെയും മാറ്റാൻ സാധിക്കുന്ന, ഏത് ലഹരിക്കാരനെയും മാറ്റാൻ പറ്റുന്ന വഴികളുണ്ട്. ഏത് പ്രണയക്കാരനെയും ഏത് കാര്യങ്ങളിൽ നിന്നാണോ മാറ്റാനുള്ള വഴികളുണ്ട്. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, പടച്ചോനെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. വല്ല അമാൽ, ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ. പിന്നെ പറഞ്ഞത് വല്ലഹ്വാ, ചീത്തയായ ദേഹേച്ഛകളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ, കാവൽ ചോദിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം ആലോചിക്കണം, എത്ര പ്രാവശ്യം പറയേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു. സ്വർഗം കിട്ടണമെങ്കിൽ ഈ നിലക്ക് ഇച്ഛകളിൽ നിന്ന് മനുഷ്യൻ മാറി വരേണ്ടതുണ്ട്. ഇനി ഒരാള് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? ഈ ഹവ പിൻപറ്റിയാൽ എന്താണ്ടാവുക? ഫതർദാ, മൂസാ നബിയെ നിങ്ങൾ നശിക്കുന്നവനാകും. നാശാണ് പിന്നെ വരാൻ പോണത്. ഖുർആനും പറഞ്ഞു, ഇയത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. മനുഷ്യന്മാര് വഴിതെറ്റാനുള്ള പ്രധാനപ്പെട്ട കാര്യം വന്ന് പിൻപറ്റി, ഊഹത്തെ പിൻപറ്റി, ഇച്ഛകളെ പിൻപറ്റിയാൽ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിപ്പോകും. ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരോട് ഖുർആൻ ക്ലാസ് കൊണ്ട് കാര്യം ഉണ്ടാവില്ല, ഖുത്ബ കൊണ്ട് കാര്യം ഉണ്ടാവില്ല, കൗൺസിലിംഗ് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാം, وَمِنْهُمْ مَنْ يَسْتَمِعُ إِلَيْكَ حَتَّى إِذَا خَرَجُوا مِنْ عِنْدِكَ قَالُوا لِلَّذِينَ أُوتُوا الْعِلْمَ مَاذَا قَالَ آنِفًا أُولَئِكَ الَّذِينَ طَبَعَ اللَّهُ عَلَى قُلُوبِهِمْ وَاتَّبَعُوا أَهْوَاءَهُمْ. അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഒന്നും പുറത്തുനിന്ന് അങ്ങോട്ട് കയറൂല. അവർക്ക് നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3 കാര്യങ്ങൾ നാശങ്ങളാണ്, മുഹ്ലിക്കാത്താണ് എന്നാണ്. മുഹ്ലിക്കാത്ത് എന്താ? ഹലാക്ക് എന്ന് പറഞ്ഞാൽ, ഹലാക്ക് നാശം എന്നാണ് അർത്ഥം. ഹലാക്ക്, മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞാൽ നാശങ്ങളായ 3 കാര്യങ്ങൾ. ആർക്കറിയാം? 1 ഫശുഹൻ മുതാഅൻ, അടിമപ്പെട്ടു പോകുന്ന, കീഴ്പ്പെട്ടു പോകുന്ന ലുബ്ധത, പിശുക്ക്. നിങ്ങൾ ചാരിറ്റി ഫണ്ട് ചോദിച്ചാലും പള്ളി പരിപാലനം ചോദിച്ചാലും ചിലപ്പോൾ സ്വന്തം വീട്ടിലത്തെ കാര്യം ചോദിച്ചാൽ പോലും ചെയ്യാത്ത ശുഹൻ മുതാഅൻ, അങ്ങേയറ്റത്തെ ലുബ്ധനായി പിശുക്കനായ മനുഷ്യൻ, നാശാണ്. 2ാമത്തേത് ഹവൻ മുത്തബഅൻ, പിൻപറ്റിപ്പോകുന്ന ദേഹേച്ഛ. എന്ത് കാര്യത്തിലും അയാളുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവൻ നാശത്തിലാണ്. 3 വയഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാള് സ്വന്തത്തെക്കുറിച്ച് മതിപ്പുണ്ടാകാൻ, ഞാനുള്ളതുകൊണ്ടാണ് ആ കാര്യം അവിടെ നടക്കുന്നത്, ഞാനാണ് ഇപ്പം ആ കാര്യത്തിലൊക്കെ കുറച്ച് ഉഷാറുള്ളത്, മൊത്തത്തിൽ നോക്കിയപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ല, ഈ തോന്നൽ ഒരാൾക്ക് വന്നോ അവൻ നാശത്തിലാണ്. ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ സ്വന്തത്തിൽ അത്ഭുതമുണ്ടാക്കുക. ഇനി ആയത്തൊന്ന് ഓതി നോക്കി നിങ്ങൾ. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ വമാ തിൽക ബിയമീനിക യാ മൂസാ قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. രണ്ടായത്തോടെ നോദിക്കേ. هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. ചെറിയ ആയത്താണ്. വമാ തിൽക ബിയമീനിക യാ മൂസ, പഠിച്ചില്ലേ? വമാ തിൽക ബിയമീനിക യാ മൂസ.
അപ്പോ മറുപടി ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസാ നബിയോട് അല്ലാഹു തആല അവിടെ വെച്ച് ചോദിക്കുകയാണ്, വമാ തിൽക, അതെന്താണ്? തിൽക എന്ന് പറഞ്ഞാൽ അത്, ദാലിക എന്ന് പറഞ്ഞാൽ അത്, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. ഹാദ ഹാദിഹി എന്ന് പറഞ്ഞാലോ ഇത്, ഹാദ ഇത്, ദാലിക അത്, ഹാദിഹി ഇത്, തിൽക അത്, ആണും പെണ്ണും തമ്മിലുള്ള ചില പ്രയോഗ വ്യത്യാസങ്ങൾ. ഇത് മൂസാ നബിയോട് ചോദിക്കുന്നത് വമാ തിൽക, അതെന്താണ്? അല്ലാഹ് ദൂരത്തല്ലേ. വമാ തിൽക, അതെന്താണ്? ബിയമീനിക, യമീൻ നിങ്ങളുടെ വലതിലെന്താണ്? നിങ്ങളുടെ വലതു ഭാഗത്ത് എന്താണ്? നിങ്ങളുടെ വലത് കയ്യിൽ എന്താണ്? ബിയമീനിക, നിങ്ങളുടെ വലത് കയ്യിൽ എന്താണ്? യാ മൂസ, അല്ലയോ മൂസ, നിങ്ങളുടെ വലത് കയ്യിൽ എന്താണ്? എന്താ അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് കാണൂലേ? പക്ഷെ അവിടെ മൂസാ നബിന് ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട്. മൂസാ നബിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ വലത് കയ്യിൽ കിടക്കുന്നത് എന്താണ്? ഒരു വടി മാത്രമാണ്. എന്നാൽ അതൊരു വടി മാത്രമല്ല, അതിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്, നിങ്ങളെ വലത് കയ്യിൽ എന്താണ്? അസ്ഹാബുൽ യമീൻ, അസ്ഹാബു ഷിമാൽ, നാളെ സ്വർഗത്തിൽ ഒരു വിഭാഗം ആളുകൾ വലതിന്റെ ആൾക്കാരായിരിക്കും, അവർ സ്വർഗക്കാരാണ്. ഇടതുപക്ഷക്കാരുണ്ടാകും, അവർ നാളെ പരലോകത്തുള്ള ഇടതുപക്ഷക്കാരാണ്, അവർ നരകക്കാരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി കൂടുതൽ അറിയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാരാണ്. സ്വകാര്യം വരെ പങ്കിടുന്ന ആൾക്കാരല്ലേ. അതിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ തയമ്മുന ഫീ തുഹൂരിഹി, നബി എന്ത് വൃത്തിയാക്കുമ്പോഴും വലതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. കൈ കഴുകാണ്, ആദ്യം വലത് കൈ. ഒന്നുണ്ടാക്കുമ്പോൾ മാത്രമല്ല, എന്ത് കാര്യത്തിലും തുഹൂറാക്കുമ്പോൾ, ശുദ്ധിയാക്കുമ്പോൾ ആദ്യം വലതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. നമുക്കും അത് ചെയ്യാം, സുന്നത്താണ്. തുഹൂറിന്റെ കാര്യത്തിൽ, കാലുകളുടെ കാര്യത്തിൽ, ഒരു സ്ഥലത്തേക്ക് കാല് വെക്കുമ്പോൾ ആദ്യം വലതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രവണത നബിക്കുണ്ടായിരുന്നു. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതിന് പ്രാധാന്യം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ ഇഷ്ടപ്പെട്ടത് സുന്നത്താണ്, ആ സുന്നത്ത് നമുക്ക് ബാധകമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇടതിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായി മാറരുത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ, നമ്മളിതൊക്കെ ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞ ഹദീസാണ്. എത്ര പറഞ്ഞാലും ജനങ്ങൾക്ക് തിരിയാത്ത ചില സംഭവം, അല്ലെങ്കിൽ ശൈത്താൻ അവരെ സമ്മതിക്കാത്ത, നമ്മളെ ഭാഗ്യമില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഇടത് കൈ കൊണ്ട് കുടിച്ച്, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു, ഇടത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും, വെള്ളം കൂടി ഇപ്പോഴും ഇടത് കൊണ്ട്. ഹദീസിൽ എന്താ പറഞ്ഞ്, ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, ഇടതുകൊണ്ട് കുടിക്കുക, ഇടതുകൊണ്ട് കഴിക്കുക. നമ്മൾ ജനങ്ങൾക്കിടയിൽ എത്ര ഉത്ബുദ്ധരാണെങ്കിലും ശരി, ചില കാര്യങ്ങളിൽ പറഞ്ഞാൽ തലേ കയറാത്ത കുറേ സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില സംഭവമാണ് ഈ പറഞ്ഞ ഭക്ഷണത്തിലുള്ള ഈ ഒരു കാര്യം, ഇടത് കൈ കൊണ്ടുള്ള വെള്ളം കുടിക്കുന്ന പെരുമാറ്റം. വിവാഹ രംഗത്തുള്ള പലതരം ആഭാസങ്ങളും ആഡംബരങ്ങളും കാട്ടിക്കൂട്ടലുകളും നാട്ടിലുണ്ട്. നമ്മൾ അതിൽ ഒരിക്കൽപ്പെട്ട് ഒരു പേരുണ്ടായാൽ, അവൻ ഈ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ അതൊക്കെ ചെയ്ത ആളല്ലേ എന്ന് ഒരിക്കൽ പറഞ്ഞാൽ, പിന്നെ നമ്മൾ എത്ര തൗഹീദ് സംസാരിക്കാൻ ചെന്നാൽ പോലും നമ്മളെ വില കൊടുക്കാത്ത അവസ്ഥ വരും. അതേപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുന്ന ആളുകൾ പലരും എന്തൊക്കെയോ വെക്കുന്ന, ചില പെണ്ണുങ്ങളെ ഓല് ഇപ്പം കോമഡി കാണിക്കാനായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീൻ കാണിക്കാൻ വേണ്ടി കുറേ സ്ത്രീകളും, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കോമഡി രംഗങ്ങളും, എന്തെല്ലാം ഇസ്ലാമികമായ നന്മ ഷെയർ ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും നിങ്ങൾ അവരെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ച് നോക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഡേഞ്ചറായ സാധനങ്ങൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും വലിഞ്ഞ കോമഡികൾ, ഇതൊക്കെയാണോ നമ്മൾ നമ്മുടെ പേഴ്സണലി നമ്മളെ വിലയിരുത്തപ്പെടുന്ന ഒന്നായി ഷെയർ ചെയ്യേണ്ടത്? അല്ല. നമുക്ക് എന്തെങ്കിലും നന്മയുള്ള, സമൂഹത്തിന് നന്മയുള്ള, ജനങ്ങൾക്കൊരു ദീനിയായ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മാക്സിമം നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ചാൻസാണ്. പക്ഷെ നമുക്ക് തന്ന പുതിയ പുതിയ ചാൻസുകളാണ് അതൊക്കെ.
ഇതൊന്നും ആരും ആരെയും വിളിച്ച് നിർബന്ധിക്കേണ്ട ഒന്നല്ല, മറിച്ച് സ്വമേധയാ ഞാനൊരു ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ നന്മകൾ ഉണ്ടാവണമെന്ന് തിരിച്ചറിവുണ്ടായാൽ എത്രയോ ഗുണകരമായി അവൻ്റെ ജീവിതത്തിൽ മാറ്റാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുള്ള വടിയെ പറ്റിയിട്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു. വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താണ് വലത് കയ്യിൽ? ഖാല, മൂസാ നബി പറഞ്ഞു. ഒരാൾ പറഞ്ഞാൽ ഖാല, രണ്ടാൾ പറയുകയാണെങ്കിലോ ഖാല, മൂന്നാൾ പറയുകയാണെങ്കിലോ ഖാലൂ. അപ്പം ഞാൻ എവിടെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഒരാളുള്ളൂ, മൂസാ നബി മാത്രമേ ഉള്ളൂ. ഖാല, മൂസാ നബി പറഞ്ഞു. ഹിയ അസായ, അത് എൻ്റെ വടിയാണ്. എൻ്റെ കയ്യിലുള്ളത് അസ്വായ, എൻ്റെ വടിയാണ്. അപ്പോൾ പണ്ട് കാലത്തെ മനുഷ്യന്മാരിങ്ങനെ കയ്യിൽ ഒന്ന് ഊന്നിപ്പിടിക്കാനൊക്കെ വടി കൊണ്ട് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെൻ്റെ വടിയാണ്, അസ്വായ അതവക്കഉ അലൈഹാ, ഞാൻ ഈ വടി കൊണ്ട് എന്തൊക്കെ ചെയ്യാറുണ്ട്? അതവക്കഉ അലൈഹാ, ഞാൻ ബലം കൊള്ളാറുണ്ട്, ഞാൻ ഊന്നിപ്പിടിക്കാറുണ്ട്. നടക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബലം കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. അഹുഷു ബിഹാ അലാ ഗനമീ, അഹുഷു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് ഇല ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതിനാണ് അഹുഷു എന്ന് ഉപയോഗിച്ചത്. ഞാൻ അടിച്ചിടാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ തച്ചു കൊഴിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് അഹുഷു ബിഹ. അതുകൊണ്ട് അലാ ഗനമി, ഗനം എന്ന് പറഞ്ഞാൽ ആട്, ജബല് ജമല് ഒട്ടകം, ജമല് ഒട്ടകം, ഗനമ് ആട്. അപ്പൊ അന്ന് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി, പല പ്രവാചകന്മാരും ആടിനെ നോക്കി ജീവിച്ചവരായിരുന്നു, അത് തൊഴിൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ നോക്കാൻ പോയിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമും സഹോദരങ്ങളും ആടിനെ മേറ്റുപോയിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സംഭവമുണ്ട്. ജോലി ചെയ്യാറുണ്ടായിരുന്നു. മൂസാ നബി പറയാണ്, ഇതെൻ്റെ ആടുകൾക്ക് ഞാൻ ഇല കൊഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ വലിയ ഫീഹ മആരിബു ഉഖ്റ, വലിയ ഫീഹ, ആ വടി കൊണ്ട് എനിക്കുണ്ട് മആരിബു, ചില ആവശ്യങ്ങളും പ്രയോജനങ്ങളും, വേറെയും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഉഖ്റ, മറ്റു ചില ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് ഉപകരിക്കുന്ന പല പരിപാടികളും ആ വടി കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാത്രല്ല, ഇനി ആ വടി നിലത്തേക്കിട്ടാൽ നിനക്ക് വേറെ ചില അത്ഭുതങ്ങൾ കാണാം, ഇതുവരെ അതിനാ വടിക്ക് ആ പ്രത്യേകതയുള്ളൂവെങ്കിൽ. നോക്കൂ നിങ്ങൾ, ജീവനില്ലാത്ത വടിയിൽ നിന്ന് ജീവനുള്ള പാമ്പിനെ കാണിച്ചു കൊടുക്കും. ജീവനുള്ള പാമ്പിനെ പിടിച്ചിട്ട് ജീവനില്ലാത്ത വടിയാക്കാൻ കഴിയുന്നു. അതാണ് അള്ളാഹുവിൻ്റെ കഴിവ്, അതാണ് മുഅ്ജിസത്ത്, അതാണ് നബിമാർക്ക് അള്ളാഹു കൊടുത്ത ചില സവിശേഷതകൾ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് ശുദ്ധമായ വചനങ്ങളിലൂടെയുള്ള പഠനത്തിലൂടെ നന്മ ഉൾക്കൊണ്ട് ജീവിക്കുന്ന, പരസ്പരം അതിൻ്റെ പ്രചാരകരാകുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ واتبع هواه فتردى وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. إن شاء الله ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരവസരം നമുക്ക് പഠിക്കാം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത്, അതുപോലെ തന്നെ അഖീദ രംഗത്ത് ധാരാളം കിതാബുകളുണ്ട്. അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തികളും നശിപ്പിക്കുന്ന സ്വഭാവമാണ് ഷിർക്ക്. നമുക്കൊക്കെ ചർച്ച ചെയ്താൽ അറിയാം. പക്ഷെ ഷിർക്ക് രണ്ട് തരമുണ്ട്. ഒന്ന് ഷിർക്കുൻ അക്ബറും, രണ്ട് ഷിർക്കുൻ അസ്ഗറും എന്നാണ്. അക്ബർ ആയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കലാണ് എന്നാണ്. അല്ല, 4 തരത്തിലുണ്ട് ഷിർക്കുൻ അക്ബർ. വലിയ ഷിർക്ക് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഷിർക്കു ദുആ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ നടക്കുന്ന ഷിർക്കാണ് ബഹുദൈവ വിശ്വാസം. അള്ളാഹുവേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം വേറെ ഏത് വസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാലും
അള്ളാഹുവോട് ചോദിക്കേണ്ട സഹായതേട്ടങ്ങൾ മറ്റേതൊരാളെ വിളിച്ച് സഹായതേട്ടം നടത്തിയാലും അത് ശിർക്കാകുന്ന ദുആയാണ്. അത് നിങ്ങൾ ഇസ്തിഗാസ വേറെ എന്ത് പേരിട്ടിട്ടും കാര്യമല്ല, അത് ശിർക്കാണ്. രണ്ടാമത്തേത് ശിർക്കു നിയ്യത്തി, മനസ്സിലെ നിയ്യത്ത് കൊണ്ട് ശിർക്ക് സംഭവിക്കാം. നമ്മളിങ്ങനെ നിസ്കരിക്കണം അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്വതക്ക ചെയ്യണം അള്ളാഹിൻ്റെ കൂലി, അത് യഥാർത്ഥ നിയ്യത്താണ്. ശിർക്കാകുന്ന നിയ്യത്ത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ, ഏതെങ്കിലും ഒരു ദർഗയുടെ, ഏതെങ്കിലും ഒരു മഹാന്റെ പ്രതിഫലമോ അദ്ദേഹത്തിൽ നിന്നൊരു പൊരുത്തം കിട്ടാൻ വേണ്ടിയോ നമ്മളൊരു കാര്യം ഇബാദത്ത് നിയ്യത്താക്കിയാൽ അത് ശിർക്കാണ്. 3 വശിർക്കു ത്വാഅത്തി, അനുസരിക്കുക. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കേണ്ടവരാണ്. എന്നാൽ അള്ളാഹുവിനെ കൂടാതെ അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ വേറെ ഏതെങ്കിലും ഒരാളെ അനുസരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സമ്പൂർണമായ അനുസരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ശിർക്ക് വരുന്നതാണ്. 4 ശിർക്കുൽ മഹബ്ബത്തി, അള്ളാഹുവിനോട് ഇഷ്ടം വേണം നമുക്ക്. എല്ലാത്തിനേക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, സ്വന്തത്തേക്കാൾ അള്ളാഹുവിനോടും പ്രവാചകനോടും ഇഷ്ടം വേണം. എന്നാൽ ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, കീഴ്പ്പെട്ടു കൊടുത്താൽ അത് ശിർക്ക് സംഭവിക്കുന്നതാണ്. ഇത് ശിർക്കുൻ അക്ബറിൻ്റെ 4 വിഭാഗമാണ്. അതറിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ, ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവലി ചോദിക്കും. നമ്മൾ ചിലപ്പോൾ അറിയാതെ കടന്നു വരും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് വരും. ഒരാളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഹദീസിൽ പറഞ്ഞ വാക്ക്, ശരീരത്തിലൂടെ ഉറുമ്പ് അരിച്ച് കയറുന്ന പോലെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അറിയാതെ ഉറുമ്പൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അറിയില്ല. അതേപോലെ അതിനേക്കാൾ രഹസ്യമായി മനുഷ്യനിലേക്ക് ശിർക്ക് അറിയാതെ കയറി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഹാപാപങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സന്തോഷത്തോടെ ഒരു മഹലിൻ്റെ കൂട്ടായ്മയിൽ സജീവമാകാൻ നമുക്കൊക്കെ പടച്ചറബ് കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവില്ലാതെ അവിവേകത്താൽ സംഭവിച്ച എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണമേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടത്തിലും ജോലിയിലും വരുമാനത്തിലും നീ ബറക്കത്ത് നൽകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ, ഇണകളെ കൺകുളിർമയുള്ള അവസ്ഥയിലാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ ശാഹിദീൻ. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി